Hi friends, welcome back. Let us continue with our chapter circle. Before I am going to new topic, just recall what we learned from yesterday. Are you ready? എല്ലാവരും റെഡി അല്ലേ? എന്തായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത്? യെസ്, ഒരു അർദ്ധവൃത്തത്തിന്റെ രണ്ട് അഗ്രബിന്ദുക്കളിൽ നിന്ന് രേഖകൾ വരച്ചാൽ അത് കൂട്ടിമുട്ടുന്നത് വൃത്തത്തിൽ ആണെങ്കിൽ ഈ കോൺ എപ്പോഴും എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അഥവാ if we join the end of the diameter of a circle to any point on it, we get 90 degree. ഇത് മനസ്സിലായല്ലോ? ഓക്കെ, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് സ്വാഭാവികമായും ഒരു സംശയമുണ്ടാവും. എന്തായിരിക്കും? ഈ ഡയമീറ്ററിന്റെ രണ്ട് അഗ്രബിന്ദുക്കളിൽ നിന്ന് വരക്കുന്ന രേഖ കൂട്ടിമുട്ടുന്നത് വൃത്തത്തിനകത്ത് അല്ലെങ്കിൽ വൃത്തത്തിന്റെ പുറത്ത്. ഓക്കെ, ഇഫ് യു ജോയിൻ ഇൻസൈഡ് ദ സർക്കിൾ ഓർ ഔട്ട്സൈഡ് ഓഫ് ദ സർക്കിൾ, വാട്ട് വിൽ ഹാപ്പൻ? എന്തായിരിക്കും അതിന്റെ കോണുകൾക്കുള്ള പ്രത്യേകത? അപ്പൊ നമുക്ക് ആ ടോപ്പിക് ഒന്ന് ഡിസ്കസ് ചെയ്താലോ? ഓക്കെ, ഈ വൃത്തത്തിന്റെ വ്യാസത്തിന്റെ അഗ്രബിന്ദുക്കളിൽ നിന്ന് വരച്ച രേഖകൾ കൂട്ടിമുട്ടുന്നത് വൃത്തത്തിനുള്ളിലാണെങ്കിൽ ഇതെപ്പോഴും 90 ഡിഗ്രിയേക്കാൾ കൂടുതലായിരിക്കും. അതായത് ബൃഹത് കോണായിരിക്കും. 90 ഡിഗ്രിയേക്കാൾ കൂടുതൽ അഥവാ ബൃഹത് കോൺ. ഇംഗ്ലീഷിൽ എന്ത് പറയും? യെസ്, ഒബ്റ്റ്യൂസ് ആംഗിൾ. ഓക്കെ, ഇനി ഈ കോണുകൾ, ഈ രണ്ട് പോയിന്റിൽ നിന്ന് വരക്കുന്ന രേഖ കൂട്ടിമുട്ടുന്നത് വൃത്തത്തിന് പുറത്താണെങ്കിൽ, ലൈക്ക് ദിസ്, ഇങ്ങനെയാണെങ്കിൽ ഇത് എപ്പോഴും 90 ഡിഗ്രിയേക്കാൾ കുറവായിരിക്കും. ലെസ് ദാൻ 90 ഡിഗ്രി, അതായത് ന്യൂനകോൺ അഥവാ അക്യൂട്ട് ആംഗിൾ. ഓക്കെ, ഇത് ഞാനിങ്ങനെ ചുമ്മാ അങ്ങ് പറഞ്ഞാൽ മതിയാവില്ല. നമുക്ക് എന്ത് ചെയ്യണം? ഇതിന്റെ പ്രൂഫ് വേണം. ഓക്കെ, അപ്പോൾ ഇതിന്റെ പ്രൂഫിലേക്ക് പോകുന്നതിന് മുമ്പ് നാം 9th സ്റ്റാൻഡേർഡിൽ പഠിച്ച കാര്യം ഒന്ന് റീകോൾ ചെയ്താൽ പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്ക് ഇതിന്റെ പ്രൂഫ് ചെയ്യാൻ കഴിയും. ഓക്കെ, അതിലേക്ക് പോവാം. വേണ്ടി ഞാനൊരു ട്രയാങ്കിൾ വരക്കുകയാണ്. നാം എല്ലാവരും പഠിച്ചിട്ടില്ലേ ബാഹ്യകോണുകളെ പറ്റി? എങ്ങനെയാണ് ബാഹ്യകോൺ നിർമ്മിക്കുക? ABC എന്ന ട്രയാങ്കിൾ വരച്ചു. ഈ AB എന്ന സൈഡ് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു, D. ഓക്കെ, ദെൻ ഇവിടെ കിട്ടുന്ന ഏതെങ്കിലും ഒരു വശം നീട്ടി വരച്ചാൽ പുറം ഭാഗത്ത് കിട്ടുന്ന ഈ കോണിനെയാണ് നാം ബാഹ്യകോൺ എന്ന് പറയുന്നത്, അഥവാ എക്സ്റ്റീരിയർ ആംഗിൾ. ഓക്കെ, ഇത് നാം പഠിച്ചിട്ടുണ്ട്. എങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയാം? ഇതിന്റെ ഓപ്പോസിറ്റ് ആയി, അതായത് ഇന്നർ ആംഗിൾസ് ഏതിൻ്റെയൊക്കെ സമ്മാണ്? ഇന്നർസിൽ എവിടെയുള്ള ആംഗിൾസിന്റെ സമ്മാണ്? ബാഹ്യകോൺ ഈക്വൽ ടു സം ഓഫ് ബാഹ്യകോൺ എന്താണ്? യെസ്, ആന്തരവിദൂര കോണുകളുടെ തുകക്ക് തുല്യമാണ്. അതായത് ആന്തരവിദൂര കോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്തരം, ഉള്ളിലുള്ള വിദൂര കോൺ, ഈ രണ്ട് കോണുകളുടെ തുകക്ക് തുല്യമാണ്. ദാറ്റ് ഈസ് ആംഗിൾ CBD ഈക്വൽ ആണ് ആംഗിൾ C പ്ലസ് ആംഗിൾ A. ഇത് നാം പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സിൽ. അതൊന്ന് റീകോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ പ്രൂഫ് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും. ഓക്കെ, അതേപോലെ ഇത് എല്ലായ്പ്പോഴും ഇങ്ങനെ തന്നെ വരണം എന്നില്ല. ഞാൻ വേറൊരു ട്രയാങ്കിൾ വരക്കാം. ട്രയാങ്കിൾ ABC. ഓക്കെ, ഞാൻ ഈ BA എന്ന സൈഡ് ഇങ്ങോട്ടേക്കും നീട്ടി വരക്കാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദിസ് ആംഗിൾ, ഇതാണ് ഇത് ബാഹ്യകോൺ അഥവാ ഔട്ടർ ആംഗിൾ. ഔട്ടർ ആംഗിൾ എന്തിനു തുല്യമാണെന്നാണ്? ഔട്ടർ ആംഗിൾ ഓഫ് എ ട്രയാംഗിൾ ഈസ് ദ സം ഓഫ് ദ ഇന്നർ ആംഗിൾ ഓഫ് അതർ വെർട്ടസസ്. മറ്റ് വെർട്ടസസിലുള്ള ഇന്നർ ആംഗിൾസിന്റെ സമ്മാണ്. സോ ആംഗിൾ DAC ഈക്വൽ ടു ആംഗിൾ B plus
അതർ വെർട്ടസസിലെ ഇന്നർ ആംഗിൾ ഏതൊക്കെയാണ്? ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി. മനസ്സിലായല്ലോ? അതേപോലെ തന്നെ നമുക്ക് വേറെ എല്ലായ്പ്പോഴും നമുക്ക് ഒരു പ്രൂവ് ചെയ്യുമ്പോൾ ഇതേ ഷേപ്പ് തന്നെ ഔട്ടർ ആംഗിൾ കിട്ടണം എന്നില്ല. ഓക്കെ, ഇവിടെ ഞാൻ ട്രയാങ്കിൾ വരയ്ക്കുകയാണ്. ABC. ഈ സി എന്ന രേഖ നീട്ടി വരക്കുന്നു. ഇവിടെ ഡി അടയാളപ്പെടുത്തുന്നു. അപ്പോൾ ബാഹ്യകോൺ ഏതാണ്? ഈ ഇവിടെയുള്ള ആംഗിളാണ് ബാഹ്യകോൺ. ഇതെങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയും? യെസ്, അതർ വെർട്ടിക്സസിലെ ആംഗിൾസിന്റെ സമ്മ്. സോ ആംഗിൾ ഡി, ഇവിടെ എന്ത് കൊടുക്കാം? ABC അല്ലേ? ഓക്കെ, DCB ഈക്വൽ ടു ആംഗിൾ A പ്ലസ് ആംഗിൾ B. മനസ്സിലായല്ലോ? ഈ കാര്യം നമുക്ക് നന്നായി മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവും? ഇതിന്റെ പ്രൂഫ് വളരെ പെട്ടെന്ന് ചെയ്യാൻ കഴിയും. അടുത്തതായി നമുക്ക് ഇതിന്റെ പ്രൂഫ് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അതിനുവേണ്ടി ഞാനിവിടെ ഒരു സർക്കിൾ വരക്കുന്നു. സർക്കിളിന്റെ രണ്ട് ഡയമീറ്ററിന്റെ അഗ്രബിന്ദുക്കൾ A, B എന്ന് മെൻഷൻ ചെയ്യുന്നു, തമ്മിൽ യോജിപ്പിക്കുന്നു. എന്താണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? സർക്കിളിന്റെ രണ്ട് ഡയമീറ്ററിന്റെ രണ്ട് അഗ്രബിന്ദുക്കളിൽ നിന്ന് യോജിപ്പിക്കുന്ന ലൈൻ കൂട്ടിമുട്ടുന്നത് വൃത്തത്തിന് അകത്താണെങ്കിൽ ഇത് എപ്പോഴും എത്രയായിരിക്കും? 90 ഡിഗ്രിയേക്കാൾ കൂടുതലായിരിക്കും. ഇറ്റ് ഈസ് എ ഒബ്റ്റ്യൂസ് ആംഗിൾ. ഓക്കെ, ഇത് നമുക്ക് പ്രൂവ് ചെയ്യണം. എങ്ങനെ പ്രൂവ് ചെയ്യാൻ നോക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ABC എന്ന് കൊടുക്കുന്നു. അതിനുശേഷം ഈ AC എന്നുള്ള ലൈന് വൃത്തത്തിലേക്ക് കൂട്ടിമുട്ടത്തക്ക വിധം വരക്കുകയാണ്. ഓക്കെ, ഡി എന്ന് പേര് കൊടുക്കുന്നു. ഈ AC എന്ന ലൈന് ഡിയിലേക്ക് നീട്ടി വരച്ചതിന് ശേഷം ഈ BD എന്ന ലൈൻ തമ്മിൽ യോജിപ്പിക്കുന്നു. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ ഡി എന്ന കോൺ എത്രയായിരിക്കും? യെസ്, 90 ഡിഗ്രി. എന്തുകൊണ്ട്? കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചിട്ടുണ്ട്, ഒരു അർദ്ധവൃത്തത്തിലെ കോൺ അഥവാ ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് 90 ഡിഗ്രി. ഓക്കെ, അപ്പൊ ഈ കാര്യം മാത്രം, ഈ ഡ്രോയിങ് മാത്രം ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്ത് മാറ്റി വരയ്ക്കുകയാണ്. ഫസ്റ്റ് ഈ AB എന്ന ലൈൻ ഒഴികെയുള്ള ബാക്കി എല്ലാ ഭാഗവും ഇങ്ങോട്ടേക്ക് എടുത്ത് മാറ്റി വരയ്ക്കുകയാണ്. CD എന്ന പോയിന്റ് 90 ഡിഗ്രി. ദെൻ ദിസ് വൺ BA. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇവിടെ നമുക്കൊരു ബാഹ്യകോൺ കാണാൻ സാധിക്കുമല്ലോ. ഇവിടെ ഒരു ബാഹ്യകോൺ കാണാൻ സാധിക്കുമല്ലോ. ACB എന്ന് പറയുന്നത് ഏത് ട്രയാങ്കിളിന്റെ ബാഹ്യകോണാണ്? യെസ്, ട്രയാങ്കിൾ CDB എന്ന ട്രയാങ്കിളിന്റെ ബാഹ്യകോണാണ് ACB. നേരത്തെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തല്ലോ എന്താണ് ബാഹ്യകോൺ എന്നുള്ളത്. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടും? യെസ്, ആംഗിൾ ACB ഈക്വൽ ടു ആംഗിൾ ACB എത്രയായിരിക്കും? യെസ്, എന്തായിരുന്നു പറഞ്ഞത്? എക്സ്റ്റീരിയർ ആംഗിൾ ഈസ് ഈക്വൽ ടു സം ഓഫ് ദ ഇന്റീരിയർ ആംഗിൾസ് അറ്റ് ദ other vertices. Okay, suppose this angle take x degree. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ ഏതായിരിക്കും? 90 പ്ലസ് x ആയിരിക്കുമല്ലോ. മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ, ഫസ്റ്റ് റൈറ്റ് ലെറ്റ് ആംഗിൾ CBD ഈക്വൽ ടു x ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ACB എത്രയാണ്? യെസ്, ആംഗിൾ ACB ഈക്വൽ ടു ആന്തര വിദൂര കോണുകളുടെ തുക. അപ്പോൾ 90 ഡിഗ്രി പ്ലസ് x ഡിഗ്രി.
ഓക്കെ, ഏതാണ് എ സി ബി എന്ന് നമുക്ക് എന്തായിരുന്നു കണ്ടുപിടിക്കേണ്ടത്? യെസ്, എ സി ബി. ഈ എ സി ബി ആണല്ലോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് വൃത്തത്തിന്റെ വ്യാസത്തിന്റെ അഗ്രബിന്ദുക്കളിൽ നിന്ന് വരക്കുന്ന രേഖ കൂട്ടിമുട്ടുന്നത് ഈ സി എന്ന പോയിന്റിലല്ലേ? അപ്പൊ ഈ എ സി ബി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിവിടെ കിട്ടിയാലോ, ആംഗിൾ എ സി ബി ഈക്വൽ ടു 90 പ്ലസ് എക്സ്. ഇനി ഈ എക്സ് എത്രയായാലും, എക്സ് എന്തായാലും ഒരു നോൺ സീറോ നമ്പർ ആയിരിക്കുമല്ലോ. ഈ എക്സ് എത്രയാണെങ്കിലും നമുക്ക് എന്ത് പറയാൻ കഴിയും? എ സി ബി എന്ന ആംഗിൾ എപ്പോഴും 90 കൂടുതലായിരിക്കും. ഇതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യണ്ടേ? അപ്പൊ മനസ്സിലായല്ലോ. ഇതേപോലെ നമുക്ക് എന്തും പ്രൂവ് ചെയ്യാൻ സാധിക്കും. ഒരു വൃത്തത്തിന്റെ രണ്ട് ഡയമീറ്ററിന്റെ അഗ്രബിന്ദുക്കളിൽ നിന്ന് യോജിപ്പിക്കുന്ന രേഖ വൃത്തത്തിന് പുറത്താണ് കൂട്ടിമുട്ടുന്നതെങ്കിൽ അത് എപ്പോഴും എന്തായിരിക്കും? 90 ഡിഗ്രിയേക്കാൾ കുറവായിരിക്കും. അതിന്റെ പ്രൂഫ് ഒന്ന് നോക്കാം. ഓക്കെ, അതിനുവേണ്ടി ഞാനിവിടെ ഒരു വൃത്തം വരയ്ക്കുകയാണ്. നേരത്തെ പോലെ തന്നെ എന്ത് ചെയ്യുന്നു? ഡയമീറ്റർ എ ബി എടുക്കുന്നു. നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ഈ രണ്ട് ബിന്ദുക്കളിൽ നിന്ന് കൂട്ടിമുട്ടുന്ന രേഖ എവിടെ കൂട്ടിമുട്ടുന്നു? വൃത്തത്തിന് പുറത്താണ് കൂട്ടിമുട്ടുന്നതെങ്കിൽ ഇവിടെ സി എന്ന് കൊടുക്കുന്നു. അത് എപ്പോഴും എന്തായിരിക്കും? ലെസ് ദാൻ 90 ഡിഗ്രി ആയിരിക്കും. എന്താണ്? ഈ രണ്ട് ബിന്ദുക്കളിൽ നിന്ന് യോജിപ്പിക്കുന്ന രേഖകൾ കൂട്ടിമുട്ടുന്നത് വൃത്തത്തിന് പുറത്താണെങ്കിൽ അത് എപ്പോഴും 90 ഡിഗ്രിയേക്കാൾ കുറവായിരിക്കും. ഓക്കെ, ഇതെങ്ങനെ പ്രൂവ് ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഈ ലൈനും വൃത്തവും തമ്മിൽ യോജിപ്പിക്കുന്ന പോയിന്റിനെ ഡി എന്ന് കൊടുക്കാണ്. ഇനി ഈ എ ഡി എന്ന ലൈൻ വരക്കുകയാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇതെങ്ങനെ പ്രൂവ് ചെയ്യാൻ സാധിക്കും? ഇവിടെ നമുക്ക് ആംഗിൾ എ ഡി ബി എത്രയാണെന്ന് പറയാൻ സാധിക്കും. യെസ്, ഇറ്റ് ഈസ് 90 ഡിഗ്രി. എന്തുകൊണ്ടാണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഈ കൂട്ടിമുട്ടുന്ന ബിന്ദു വൃത്തത്തിലാണെങ്കിൽ അത് എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ അത് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ ഈ ഭാഗം മാത്രം ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റി വരയ്ക്കുകയാണ്. ഈ ലൈന് വേണ്ട കേട്ടോ. ഇത് സി ഡി ബി എ, എ ബി ഡി സി. ഇവിടെയാണ് നമുക്ക് എന്ത് കിട്ടിയത്? 90 ഡിഗ്രി കിട്ടിയത്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ആംഗിൾ എ സി ഡി അല്ലേ? സപ്പോസ് ദിസ് എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെയും ഒരു ബാഹ്യകോൺ കാണുന്നില്ലേ? എ ഡി ബി എന്ന് പറയുന്നത് ഏത് ത്രികോണത്തിന്റെ ബാഹ്യകോണാണ്? യെസ്, എ ഡി സി എന്ന് പറയുന്ന ത്രികോണത്തിന്റെ ബാഹ്യകോണാണ് എ ഡി ബി. മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ കഴിയും? ബാഹ്യകോൺ ആംഗിൾ എ ഡി ബി ഈക്വൽ ടു എന്താന്ന് എഴുതാൻ സാധിക്കും? യെസ്, ആംഗിൾ സി പ്ലസ് ആംഗിൾ സി എ ഡി. അതല്ലേ ഈ എക്സ് എന്ന് എടുത്തത്? ആംഗിൾ സി എ ഡി എന്ന് എഴുതാൻ സാധിക്കുമല്ലോ. യെസ്, then let ആംഗിൾ സി എ ഡി എന്തായിട്ട് നമ്മൾ എടുത്തത്? എക്സ് ഡിഗ്രി ആണെന്ന് എടുത്തു. എക്സ് ഡിഗ്രി ആണെന്ന് എടുത്തല്ലോ. യെസ്, അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ കഴിയും? ആംഗിൾ എ ഡി ബി എത്രയായിരുന്നു? എ ഡി ബി നമുക്കറിയാം 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രി ഈക്വൽ ടു ആംഗിൾ സി പ്ലസ് ആംഗിൾ സി എ ഡി എത്രയാണ്? എക്സ് ഡിഗ്രി. മനസ്സിലാകുന്നുണ്ടോ? യെസ്, അങ്ങനെയെങ്കിൽ ഈ ആംഗിൾ സി ഇവിടെ വെച്ചതിന് ശേഷം ഈ എക്സിനെ ഈ സൈഡിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്ത് കിട്ടും നമുക്ക് ആൻസർ? യെസ്, ആംഗിൾ സി ഈക്വൽ ടു 90. സമത്തിന്റെ ഇപ്പുറത്തുള്ള ഈ ഭാഗത്തേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും? അഡിഷൻ എന്നുള്ളത് സബ്ട്രാക്ഷൻ ആയി മാറും. യെസ്, എക്സ് ഡിഗ്രി. എന്താണ് ഇവിടെ മീൻ ചെയ്യുന്നത്? ഈ ആംഗിൾ സി എന്ന് പറയുന്നത് 90 മൈനസ് എക്സ് ഡിഗ്രി. ഇവിടെയും എക്സ് എന്തായാലും ഒരു നോൺ സീറോ നമ്പർ ആയിരിക്കുമല്ലോ. ഈ എക്സ് 90യിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്താൽ അത് എപ്പോഴും 90യേക്കാൾ കുറവായിരിക്കുമല്ലോ. അത് തന്നെയാണ് നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ ഇന്നെടുത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്?
ഒന്ന് റീക്യാപ്പ് ചെയ്ത് നോക്കാം. ഒരു വൃത്തത്തിൻ്റെ വ്യാസത്തിൻ്റെ അഗ്രബിന്ദുക്കൾ യോജിപ്പിച്ച് വരക്കുന്ന ത്രികോണം വൃത്തത്തിന് ഉള്ളിലാണെങ്കിൽ അതെപ്പോഴും ബൃഹത് കോണായിരിക്കും. അത് വൃത്തത്തിന് പുറത്താണെങ്കിൽ അതെപ്പോഴും ന്യൂനകോൺ ആയിരിക്കും. അത് വൃത്തത്തിലാണെങ്കിൽ എന്തായിരിക്കും? മട്ടകോൺ ആയിരിക്കും. ഓക്കെ, അതാണ് ഇന്ന് പഠിച്ച കാര്യങ്ങൾ. ഇഫ് വി ജോയിൻ ദ എൻഡ് ഓഫ് ദ ഡയമീറ്റർ ഓഫ് എ സർക്കിൾ ടു എനി പോയിന്റ് ഓൺ ഇറ്റ് വി ഗെറ്റ് റൈറ്റ് ആംഗിൾ. ദ പോയിന്റ് ഈസ് ദ ഇൻസൈഡ് ദ സർക്കിൾ. The angle is obtuse or greater than 90 degree. The point is outside the circle. The angle is acute. അപ്പോൾ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ. ഇനി ഇതുമായി അനുബന്ധിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ് ചെയ്യാം. ഓക്കെ, ബൈ ബൈ.